ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് മറൈൻ ഡ്രൈവിലൂടെ നടന്ന ഹൈക്കോടതി മെട്രോ സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവിടുത്തെ മെട്രോയിലൂടെ നമ്മളൊരു ഫോർട്ട് വെച്ച് യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ ഫുട്പാത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കടൽക്കാറ്റൊക്കെ ഉണ്ട്. മാത്രമല്ല ബോട്ടുകളും മറ്റും നമ്മുടെ കടലിലൂടെ പോകുന്നുണ്ട് സഞ്ചാരികളെ വഹിച്ചുകൊണ്ട്. 150 രൂപയാണ് ഒരാൾക്ക് പ്രൈവറ്റ് ബോട്ടിൽ യാത്രാ നിരക്ക്. അപ്പം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാം സാറിൻ്റെ ഫലകങ്ങളും മറ്റും നമുക്കവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ഒരുപാട് ചെറിയ കടകളും കാര്യങ്ങളും പമ്പരം PP അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ പാലം കാണുന്നത്. പാലം നല്ല സെറ്റപ്പാണ്. ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. കടലിനെ പോസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ വന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട്. നല്ലൊരു സെറ്റപ്പാണ് ഈ പാലം പണിഞ്ഞതിലൂടെ തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർ മെട്രോ എത്തിയിട്ടുണ്ട്. വാട്ടർ മെട്രോയിലേക്ക് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെറിയ റൂട്ട് മാപ്പും കാര്യങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളും കാര്യങ്ങളും എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റൂട്ട് മാപ്പായിട്ട് വരച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് വാട്ടർ മെട്രോ പാർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുക്കണമല്ലോ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ. അപ്പം നമ്മൾ എന്തായാലും ക്യൂ നിൽക്കാനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. നല്ല ക്യൂ ഉണ്ട് അവിടെ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോണിൽ വാട്ടർ മെട്രോയുടെ ആപ്പിൽ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഫോർട്ട് കൊച്ചിക്കുള്ള ടിക്കറ്റൊക്കെ അങ്ങോട്ട് ബുക്ക് ചെയ്തു. 40 രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റിന് ചാർജ്. അപ്പോൾ ഈ QR കോഡ് നമുക്കിവിടെ സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. QR കോഡ് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഓൺലൈനായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് നേരെ അകത്തേക്ക് കയറണം. ബ്രൈറ്റ്നസ് ഫുള്ളായിരിക്കണം. ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ടിക്കറ്റിലൂടെയും ഓൺലൈനിലൂടെയും കയറിയവരെല്ലാം അകത്തിരിപ്പുണ്ട്. അവിടെ ഇരിക്കാനുള്ളൊരു ചെറിയൊരു ചെയർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ, ഒരു ബെഞ്ച്, നീളത്തിലുള്ള 2 ബെഞ്ച് ഒന്നിച്ച് വെച്ചേക്കണമല്ലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് നീണ്ട ക്യൂ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രയ്ക്കുള്ള സമയമായി. അപ്പോൾ എന്തായാലും 100 പേരാണ് ഒരു മെട്രോയിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരെ മെട്രോയിലേക്ക് പോകാനുള്ളൊരു നടത്തത്തിലാണ്. മാത്രമല്ല നമ്മുടെ ഗാർഡുകൾ എണ്ണിയാണ് മെട്രോയിലേക്ക് ആൾക്കാരെ വിടുന്നത്. 100 പേരാണ് മാക്സിമം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് മെട്രോകൾ ഒരുപാട് കിടക്കുന്നത് കാണാം. ഏകദേശം 5 എണ്ണത്തോളം ഉണ്ടാവും. അപ്പോൾ എന്തായാലും മെട്രോയിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ അണ്ണൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു മണിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിർമ്മിച്ച ഡേറ്റ് ആയിരിക്കാം. മാത്രമല്ല അകത്ത് നമുക്ക് ഇതിൻ്റെ എലിവേഷന്, പ്ലാന്, കാര്യങ്ങൾ, ഇതാരാണ് നിർമ്മിച്ചത് എന്നൊക്കെയുള്ളൊരു ഡ്രോയിങ് കാര്യങ്ങൾ, ഇതിൻ്റെ അലാറം, സേഫ്റ്റീസ് എല്ലാം ഒരു ചെറിയൊരു ഡ്രോയിങ്ങിലൂടെ അവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ വാട്ടർ മെട്രോയുടെ 2 സൈഡും ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഈ ഗ്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഈ വെളിയോര കാഴ്ചകളൊക്കെ കാണുന്നത്. വെളിയോര കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ വാട്ടർ മെട്രോ മൂവ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത വാട്ടർ മെട്രോ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കി നമ്മുടെ വാട്ടർ മെട്രോ പോവുകയാണ്. ഒരുപാട് വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മൂവ് ചെയ്യണ സമയത്താണ് നമ്മുടെ വാട്ടർ മെട്രോയിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. വലതുഭാഗത്ത് കാണുന്നതാണ് ഈ പറയുന്ന ബോൾഗാട്ടി പാലസ്. നമ്മുടെ ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ പുരാവസ്തു കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. അപ്പം നമുക്ക് ഈ ബോൾഗാട്ടി പാലസ് കാണാനൊന്നും പറ്റില്ല. മൊത്തം മരങ്ങളായിട്ട് ചുറ്റി പിണഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അകത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രം വെളിയിലോട്ട് കാണാം. അപ്പം കടലിങ്ങനെ നീണ്ട് വിശാലമായിട്ട് കടൽക്കാറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഏറ്റുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് നല്ല AC ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോണ സമയത്ത് തന്നെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഒരു തുറമുഖം പോലുള്ള സെറ്റപ്പാണ്. അപ്പോൾ തന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇതാണ് കൊച്ചിൻ തുറമുഖം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും കൊച്ചിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് കൊച്ചിൻ തുറമുഖം. ഇതാണ് കൊച്ചിൻ തുറമുഖം. കൊച്ചിൻ തുറമുഖം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നല്ല രസമുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ജങ്കാർ കാണുന്നത്. ഒരുപാട് വണ്ടികളും വഹിച്ചുകൊണ്ട് ജങ്കാറുകൾ കൊച്ചിയുടെ ഒരു മുദ്ര തന്നെയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോഴാണത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി അടുക്കാനായി. ചീരവലകൾക്ക് നടുവിലായിട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചി സ്റ്റേഷൻ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു പ്രത്യേക വൈബാണ്. നമ്മുടെ വിദേശ സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ ഈ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി അടുത്തത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി സ്കാൻ ചെയ്യണം. ഇറങ്ങി വെളിയോര കാഴ്ചകളൊക്കെ കാണണം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എന്തായാലും നമ്മൾ സ്കാൻ ചെയ്ത് നേരെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫോണിലിറങ്ങി നേരെ വെളിയിലേക്ക് ഇനി പോകണം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുട്പാത്തിൽ നമ്മുടെ ഇതിൻ്റെ ഫോർട്ട് കൊച്ചി ഫുട്പാത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് ചെറിയ കടകളും ഈ പറഞ്ഞ പോലെ നമ്മുടെ
തൊപ്പികളും പാവകളും കാര്യങ്ങളും എല്ലാം കാണാം. ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡ് വശമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ അൾട്ടിമേറ്റായിട്ടൊരു പാർക്കും ഉണ്ട്. ഈ പാർക്കിനകത്ത് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അവിടെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഈ പറഞ്ഞ പോലെ സിംഗിളായിട്ട് വരുന്നവർക്ക് കാര്യമൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഒരുപാട് നിർമ്മിതികൾ അവിടെ ഉണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കും, പൊന്നിൽ കുളിച്ച് നിന്ന ചന്ദ്രികാ വസന്തം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ചന്ദ്രൻ ഇച്ചിരി സമയസന്ധിയായി, സംഭവം സന്ധ്യ ആയതുകൊണ്ട് തന്നെ പൊന്നിൽ കുളിച്ചിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രപ്പൻ. അപ്പോൾ എന്തായാലും ആ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇരുട്ട് വീണ് തുടങ്ങി. മാത്രമല്ല നമ്മൾ സൈഡിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പുട്ടും കുറ്റിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോയി. സംഭവം വേറൊന്നുമല്ല, പണ്ടത്തെ വാട്ടർ സ്റ്റീമാക്കി വിടുന്ന ഒരു സാധനമാണ്, വെള്ളം ആവിയാക്കി വിടുന്ന സാധനമാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്, ബ്രിട്ടീഷുകാർ നിർമ്മിച്ചായിരിക്കാം. അപ്പം ഈ സാധനം ഇതും ഈ ഉപ്പ് കാറ്റടിച്ചിട്ടും നശിച്ചു പോയിട്ടില്ല. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. കാര്യം ഇതൊക്കെ നശിച്ചു പോകേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. ഇനി അത് കുറച്ചുകൂടെ ഒക്കെ പെയിൻ്റ് അടിച്ചൊന്ന് വെച്ചിരുന്നേ നന്നായിരുന്നേനെന്നും എനിക്ക് തോന്നിപ്പോയി. കാരണം ഇത്രയും പഴക്കം ചെന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ സാധനം നശിച്ചു പോകാത്തതിൻ്റെ വലിയ അത്ഭുതപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അത്രയ്ക്കും നല്ലതായിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഉപ്പുകാറ്റടിച്ച ഏകദേശമുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകേണ്ട സമയം എന്തായാലും അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ സൈഡിൽ കടലോരത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം സന്ധ്യ ആയെങ്കിലും ഏകദേശം നമ്മുടെ ചന്ദ്രൻ നല്ല രീതിക്ക് നിലാവ് തരുന്നുണ്ട്, ഗോൾഡൻ കളറിലുള്ള. മാത്രമല്ല അവിടെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നല്ലപോലെ തെളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടാണെങ്കിലും പകലാണെന്ന് തന്നെ പറയാം. പകലിലൊരു ഗോൾഡൻ കളറുണ്ടെന്നേ ഉള്ളൂ. നല്ല രസമാണ് ഈ സമയത്ത് ഫോർട്ട് കൊച്ചിയിലൂടെ നടക്കാനും സഫാരിക്കും എല്ലാം. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വരാനെ കൊണ്ടുള്ള ഒരു പ്ലാൻ ചെയ്തു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇമ്മാനുവൽ ഫോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു പീരങ്കിയൊക്കെ അവിടെ കാണാം. പണ്ട് ഇമ്മാനുവൽ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് നിർമ്മിച്ചതാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെറ്റപ്പുകളും കഷ്ണങ്ങളൊക്കെ അവിടെ കാണാം. ആ പോകുന്ന സമയത്ത് നമ്മൾ കടലോരത്തോട്ട് നോക്കി കഴിഞ്ഞാൽ വെട്ടത്തോടും വെളിച്ചത്തോടും നല്ല സെറ്റപ്പുകളോടും ബോട്ടുകളൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി എന്തായാലും മെട്രോ ഇല്ല. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ബസ് കയറി വേണം പോകാൻ. അപ്പോൾ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കുകളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി.